കളമശ്ശേരി NIA ഓഫീസിന് സമീപമുള്ള പറമ്പിൽ തലയോട്ടിയും അസ്ഥികളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കാട് വൃത്തിയാക്കിയപ്പോഴാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. റാഫി, ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത, അതായത് സമീപകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അസ്ഥിയുടെ കാലപ്പഴക്കമൊക്കെ നിർണ്ണയിച്ചുകൊണ്ട് മിസ്സിംഗ് കേസുമായൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ നേരത്തെ ഒരു സൂചന വന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പഠനാവശ്യത്തിന് ഉപേക്ഷിച്ചതാണെന്നൊക്കെ നിഗമനം വന്നിരുന്നു. നമുക്ക് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരം എന്താണ്? ഈ അസ്ഥി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് കളമശ്ശേരി പോലീസ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. അസാധാരണമായ ഒരു മരണത്തിന് പോലീസ് കേസെടുത്താണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഈ അസ്ഥി ഇപ്പോൾ ഫോറൻസിക് സംഘം ഈ പ്രദേശത്ത് നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കാലപ്പഴക്കം കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട ഒരു ദൌത്യം. ഈ കാലപ്പഴക്കം കണ്ടെത്തിയതിനു ശേഷം ഈ കാലപ്പഴക്കം എത്രത്തോളം ഉണ്ടോ ആ കാലത്തുള്ള മിസ്സിംഗ് കേസുകൾ എടുത്ത് പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് കേസുകളുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനകളിലേക്ക് അടക്കം കടക്കാനാണ് നിലവിൽ പോലീസ് സംഘത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് ഈ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതെങ്കിലും പഠനാവശ്യങ്ങൾ കഴിഞ്ഞ് ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അസ്ഥിയും തലയോട്ടിയും കണ്ടെത്തിയത്. ഇതിന്റെ പിന്നാലെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശരി, നിലവിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലാണ്. അസ്ഥിയുടെ കാലപ്പഴക്കം അടക്കം നിർണ്ണയിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. മറ്റു വാർത്തയിലേക്കാണ്.